ചങ്കാണ് ചങ്കാണെൻ്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എൻ്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തെൻ്റെ യേശു. ചങ്കാണ് 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 ചങ്കാണെൻ്റെ യേശു, ചങ്കാണ് എൻ്റെ ചങ്കാണെൻ്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എൻ്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തെൻ്റെ യേശു. ചങ്കാണ് 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 ചങ്കാണെൻ്റെ യേശു. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ സമയത്ത് അറിയിക്കുന്നു. സങ്കീർത്തനങ്ങൾ 91:15. അവൻ എന്നെ വിളിച്ച് അപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ബൈബിളിൽ അനവധി വാഗ്ദത്തങ്ങളുണ്ട്. ഒരു പ്രധാന വാഗ്ദത്തമാണ് കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്പെടുമെന്നും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും തകർന്നു പോകത്തില്ലെന്നും. അതാണ് ബൈബിളിലെ അടിസ്ഥാന വാക്യം. യോഹന്നാൻ 3:16 തന്നെ പറയും, തൻ്റെ ഏകജാതനായ പുത്രന് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം മുഴുവൻ ലോകത്തെയും ദൈവം സ്നേഹിച്ചു. അങ്ങനെ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമ്മെ സ്നേഹിച്ചു, നമ്മളെ ദൈവം മക്കളാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞ് കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കണം. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷപ്പെടാൻ ദൈവം തന്ന വേറൊരു നാമമില്ല, അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് വിശ്വാസത്തിൽപ്പെട്ട ആളായാലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാമോ? യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. യേശു ക്രിസ്തു ഒരു മതത്തിന് എഗനസ്റ്റായി സംസാരിച്ചില്ല. യേശു ക്രിസ്തു ആരാണ്? സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനാകും. യേശു സർവശക്തനായ ദൈവത്തിൻ്റെ ആ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി യാഗമായി. അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞു മരണത്തെ ജയിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്നും ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം ഉത്തരമരുളും എന്ന് വെച്ചാൽ മറുപടി ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്. എന്നിട്ട് പറയണം, കഷ്ടകാലത്ത് എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ കാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, അവൻ്റെ കൂടെയിരിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 43-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ നദികൾ കൂടെ കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയത്തില്ല, തീയിൽ കൂടെ നടന്നാൽ നീ വെന്തുപോകുകയില്ല, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പം, യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ യേശു എല്ലാ നാളും ആ വ്യക്തിയോട് കൂടെയിരിക്കും. ആരൊക്കെ മാറിപ്പോയാൽ ഈ ലോകത്തിൽ നാം കാണുന്ന, വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന, നിങ്ങൾ കരുതുന്ന എല്ലാവരും മാറിപ്പോകും. പക്ഷെ ഒരിക്കലും മാറാത്തൊരു നല്ല കർത്താവ്, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ്, പേടിച്ച് വാതിലടച്ച് ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞവരെ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ച കർത്താവ്, നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങളെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ ഈ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലൂടെ കഴിയും. ആര് വിശ്വസിക്കുന്നു? കർത്താവായ യേശുവിൽ നിങ്ങളൊന്ന് വിശ്വസിക്കാൻ തയ്യാറായ നിങ്ങളുടെ കുടുംബം കൂടെ രക്ഷ പ്രാപിക്കും. അതാണ് പറയുന്നത്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും.
കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. എങ്ങനെ ഇരിക്കുന്നത്? ഇവിടെ പറഞ്ഞ ഭാഗമാണ്. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയത്തില്ല. നീ തീയിലൂടെ നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന ജീവിത സാഹചര്യം എന്തായിക്കോട്ടെ, ആ പ്രശ്നം എന്തായിക്കോട്ടെ, ആ രോഗത്തിൻ്റെ അവസ്ഥ എന്തായിക്കോട്ടെ, അതിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായി വിടുവിക്കാൻ യേശു ക്രിസ്തു ശക്തനാകുന്നു. ആ നാമം നമുക്ക് വിളിച്ചപേക്ഷിക്കാം. യേശുവേ എന്ന് വിളിക്കും. ആ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ തീർച്ചയായും ഉത്തരം ലഭിക്കും. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരും. യെസ്, നമുക്ക് ചോദിക്കാം, ധൈര്യത്തോടെ വിളിച്ചപേക്ഷിക്കാം. ഉത്തരമരുളും മാത്രമല്ല, കഷ്ടകാലത്ത് നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും കഷ്ടതയുടെ കാലത്ത് കർത്താവ് കൂടെ ഇരിക്കും. കർത്താവ് വാക്ക് മാറും. എന്നിട്ട് പറയണം, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. വിടുവിച്ച് എന്ത് ചെയ്യും? മഹത്വപ്പെടുത്തും. ഞാൻ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. നിങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കും. നിങ്ങളെ വിടുവിച്ച് അനുഗ്രഹിക്കും. എന്നിട്ട് പറയാം, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. ഇതിനെ കേൾക്കുന്ന നിങ്ങൾ ഭയത്തോടായിരിക്കുന്നെങ്കിൽ, രോഗഭയമോ മരണഭയമോ, മരിക്കത്തില്ല. വിളിച്ചു പറയണം, ഞാൻ ജീവനോടെ ഇരുന്ന് യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കും. യേശു എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ കൂടെ ഇരിക്കും. ധൈര്യത്തോടെ വിളിച്ച് പറയണം. എന്നിട്ട് പറയണം, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. ഒന്ന് വിശ്വസിക്കാമോ? ഈ സങ്കീർത്തനം തുടങ്ങുന്നതിന് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു. വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന്, നാശകരമായ മഹാമാരിയിൽ നിന്ന് നമ്മെ വിടുവിക്കും. അവൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകും. രാത്രിയിലെ ഭയത്തെയും ഒന്നിനെയും പിന്നെ പേടിക്കാനില്ല എന്നുള്ളതാണ്. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനെടുക്കത്തില്ല. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ട അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെ മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുന്നവർ, എന്നെ കേൾക്കുന്ന രോഗികൾ, അവരേതവസ്ഥയിലാണോ കർത്താവെ, അവരെ വിടുവിക്കണമേ. അവരെ വിടുവിച്ച് മഹത്വപ്പെടുത്തണമേ. കർത്താവ് മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ചങ്കാണെൻ്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാ എൻ്റെ നെഞ്ചിലെ തീയണയ്ക്കാ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തെൻ്റെ യേശു. ചങ്കാണ് ചങ്കാണെൻ്റെ യേശു, ചങ്കാണെൻ്റെ യേശു.